ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് ക്യോട്ടോ ഗാർഡൻ എന്നാണ്. അതൊരു ജാപ്പനീസ് ഗാർഡൻ ആണ്. അപ്പോൾ അവിടുത്തെ സംഭവങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. നമ്മളവിടെ പോയിട്ട് വേണം നോക്കാനായിട്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ ഒരു സ്ഥലത്ത് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ തൊട്ട് മുൻപിലുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ. ആൾക്കാരൊക്കെ ഇവിടെ വന്ന് കുറേ നേരം ഇരിക്കാറുണ്ട്, നടക്കാറുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. കണ്ടാൽ പാർക്ക് പോലൊക്കെ തോന്നുമെങ്കിലും അതിൻ്റെ ശരിയായ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലാവും. ചെറിയൊരു ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം എന്ന്. വേറൊന്നുമല്ല, ഇത് സെമെട്രി ആണ്. നമ്മുടെ ഫ്ലാറ്റ് ഇതാ അവിടെയാണ് നമ്മുടെ ഫ്ലാറ്റ്. അവിടെ നിന്ന് നമ്മുടെ വിൻഡോ തുറന്നിട്ടുണ്ടെങ്കിൽ നേരെ കാണുന്ന സംഭവമാണ് ഇത്. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നല്ല. നാട്ടിലെ ശ്മശാനമൊക്കെ നമുക്ക് അതിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോഴത്തെ നമുക്ക് പേടിയാണ്. പക്ഷേ ഇവിടെ അവർ നന്നായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഈ മരിച്ചവരുടെ തന്നെ വല്ല സെലിബ്രേഷൻസോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ വല്ല ഒക്കേഷൻസൊക്കെ ഉണ്ടാകുമ്പോൾ അവരിവിടെ വന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യണതൊക്കെ നമ്മൾ വിൻഡോസിൻ്റെ അവിടെ നിന്ന് കാണാറുണ്ട്. അത്ര നല്ല നീറ്റായിട്ടൊക്കെയാണ് കേട്ടോ അവർ ഈ സ്ഥലം മാനേജ് ചെയ്തിരിക്കുന്നത്, മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷൻ ഒന്നും പറഞ്ഞ് ലാഗ് എടുപ്പിക്കുന്നില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് ബസ് കയറാൻ നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇൻട്രോ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം എന്നുള്ള രീതിയിൽ വന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും ക്യോട്ടോ ഗാർഡനിലേക്ക് പോവാം. ഓക്കെ, ആ കാണുന്നത് നമ്മുടെ ക്ലോക്ക് ടവർ ആണ്. അത് ശരിക്കും ബിഗ് ബെൻ എന്നാണ് അതിനെ ശരിക്കും പറയുന്നത്. പക്ഷെ 2012 അതിനെ, അതായത് ക്ലോക്ക് ടവറിനെ അവര് എലിസബത്ത് ടവർ എന്ന് പറഞ്ഞിട്ട് റീനെയിം ചെയ്തിട്ടുണ്ട്. അത് ക്യൂനിനായിട്ടുള്ള ഒരു ഓണറായിട്ട് വേണ്ടിയിട്ടാണ് അങ്ങനെ റീനെയിം ചെയ്തെന്നാണ് അറിയുന്നത് കേട്ടോ. ഇതിപ്പോ നമ്മള് ബസ്സിൽ പോകുമ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ക്യോട്ടോ ടൗണിലേക്ക് പോകുന്നത് ഏതാണ്ട് ഈ ഒരു വഴിയാണ്. നമ്മൾ കയറിയിട്ടുള്ള ബസ് എന്ന് പറയുന്നത് 363 പിന്നെ 148 എന്ന് പറഞ്ഞിട്ടൊക്കെയുള്ള ബസ്സാണ് കേട്ടോ. അത് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിക്കുന്നത്. അപ്പൊ അവരെന്താണ് നമ്മുടെ വീഡിയോഗ്രാഫർ കം എഡിറ്റർ എല്ലാം. പുള്ളിക്കാരൻ ക്യാമറ വന്നിട്ട് പോയേക്കാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുത്ത് കളയാം അല്ലേ. ഹായ്. അപ്പൊ നമ്മള് ക്യോട്ടോ ഗാർഡനിലേക്ക് പോവാനായിട്ടുള്ള ഇറങ്ങാനായിട്ടുള്ള ബസ് സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നല്ലൊരു അടിപൊളി വ്യൂ കണ്ടത് കേട്ടോ. അത് റെസിഡൻഷ്യൽ ഏരിയ ആണ് ആക്ച്വലി. നല്ല രസമുണ്ട് കാണാൻ, ഫുള്ള് വൈറ്റ് ആയിട്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്നാ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പയ്യെ പോകാന്ന്. അങ്ങനെ കുറച്ചു നേരം നമ്മൾ അവിടെ ഒന്ന് ചുറ്റിപ്പറ്റി നടന്നു. അങ്ങനെ ഫൈനലി നമ്മൾ ഹോളണ്ട് പാർക്കിലെത്തി. ഹോളണ്ട് പാർക്ക് എന്ന് പറയുന്നത് അതിലാണ് നമ്മുടെ ക്യോട്ടോ ഗാർഡൻ ഉള്ളത് കേട്ടോ. ഹോളണ്ട് പാർക്കിൽ തന്നെ അവിടെ കുറെ കാര്യങ്ങളുണ്ട്. ലൈക്ക് അഡ്വഞ്ചർ പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, അതേപോലെ തന്നെ ഡച്ച് ഗാർഡൻ ഉണ്ട്, പിന്നെന്തോ ഹോളണ്ട് ഒപ്പേറ മ്യൂസിയം, അങ്ങനെ എന്തോ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പയ്യെ അത് എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് നടക്കുകയാണ്.
അമ്പലത്തിലെ കാട്ടിലൊക്കെ പോയ പോലെ ഉണ്ടല്ലോ. അമ്പലത്തിലെ കാവിലൊക്കെ പോയ പോലെ ഉണ്ടല്ലോ. വെയിറ്റ് ആൻഡ് സീ. അങ്ങനെ ഫൈനലി നമ്മൾ ക്യോട്ടോ ഗാർഡനിൽ എത്തിയേക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം എന്ന് നമുക്കറിയില്ല. നമ്മൾ പോയി നോക്കണം. ഫോട്ടോസിലൊക്കെ ഭയങ്കര പിക്ചേഴ്സൊക്കെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുതന്നെയാണോ റിയാലിറ്റി എന്ന് നമുക്കറിയില്ല. അവിടെ കുറേ കുട്ടികൾ എന്ത് സൗണ്ടൊക്കെ വെക്കുന്നുണ്ട്. അവിടെ എന്താ സംഭവം എന്ന് നമുക്കറിയില്ല. നമുക്ക് എല്ലാം ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം. ഓക്കെ. ഇതെന്താന്ന് വായിക്കാൻ അറിയില്ലെങ്കിലും ചിലപ്പോ ക്യോട്ടോ ഗാർഡൻ ജാപ്പനീസിൽ എഴുതിയതായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കാരണം ഇവിടെ കോയിൻസൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ നമ്മൾ അമ്പലത്തിലൊക്കെ നമ്മൾ കോയിൻസ് ഇടുന്ന പോലെ ഇവിടെ കുറച്ച് കോയിൻസൊക്കെ കിടപ്പുണ്ട്. അത് എന്താണെന്ന് നമുക്കറിയില്ല. അവരങ്ങനെ എഴുതിയൊന്നും വെച്ചിട്ടൊന്നുമില്ല. നമുക്കിനി ബാക്കി സ്ഥലത്ത് നോക്കാം. മീനൊക്കെ ഉണ്ട് അവിടെ. മീന്, അതുപോലെ തന്നെ പീകോക്ക്, പിന്നെ കുറേ പക്ഷികള്, പേര് പോലും അറിയാത്ത ഒരുപാട് പക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ. നമ്മുടെ ചെറിയൊരു വാട്ടർഫാൾ പോലെ നല്ല രസമാണ് നേരിട്ട് കാണാനായിട്ട്. ശരിക്കും ഇതൊന്നും നമുക്ക് ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യുമ്പോൾ ആ ഒരു നേരിട്ട് കണ്ട ഭംഗി കിട്ടണില്ല. നല്ല രസമുണ്ട് കാണാനായിട്ട് ഇവിടെ മൊത്തത്തില്. ഇതൊരു നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഒരു വീഡിയോ ആണ് കേട്ടോ. ചെറിയൊരു ഷോട്ടാണ്. ഈ അണ്ണാൻ വന്നിട്ട് ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഒരു നട്ട്സ് കഴിക്കുകയാണ് കേട്ടോ. ആ നല്ല രസത്തിൽ അത് കിട്ടിയിട്ടുണ്ട്. ഓൾ ക്രെഡിറ്റ് ഗോസ് ടു മിസ്റ്റർ ആകർഷ് മേനി. കണ്ടോ എന്ത് രസമായിട്ട് അതൊക്കെ ഇങ്ങനെ കഴിക്കണേ. ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടാ നേരിട്ട് കാണണം കേട്ടോ, ഇങ്ങനെ ലൈവായിട്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് വല്ല പാവയോ അല്ലെങ്കിൽ ഒറിജിനൽ അല്ലാത്ത സാധനമാണ് വിചാരിച്ചത്. പക്ഷെ സംഭവം ഒറിജിനലാട്ടോ. അനങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാനല്ലേ. ഒന്ന് ആ പീലി വിടർത്തിയിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല രസം അതെങ്ങനെ ഇരിക്കാം. കുട്ടികളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അവിടെ എന്തോ വല്ല പ്ലേ ഗ്രൗണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം നമുക്ക്. എന്തായാലും ഇടം വരെ വന്നതല്ലേ. ഇവരെന്താ പറയുന്നത്? ഫുകുഷിമ ഗാർഡൻ. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അതെനിക്ക് ഒരുപാട് ഇഷ്ടമായാലും കുറച്ച് ഫോട്ടോ
ഫോട്ടോസ് എടുത്താലോ അല്ലേ? അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് പാസ് ചെയ്ത് പോവായിരുന്നു കേട്ടോ. അപ്പോൾ തൊട്ട് പുറകിൽ ഞാൻ അധികം ഫോക്കസ് ചെയ്യണില്ല, നമ്മുടെ തൊട്ട് പുറകിൽ ചെറുതായിട്ടൊരു ഫോട്ടോഷൂട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് ബ്രൈഡാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പറ്റുമെന്നുണ്ടെങ്കിൽ നീ ഒന്ന് സൂം ചെയ്തോ. അടി കിട്ടുമെന്ന് അറിയില്ല. അതെ, എപ്പോഴും അടി കിട്ടാന്ന് അറിയാൻ പറ്റില്ല. നമുക്കിനി അങ്ങോട്ടാ പോകണ്ടത്. ഇതിപ്പോൾ ഇവിടെ ഒരു അഡ്വെഞ്ചർ പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. സംഭവം വേറെ ഒന്നുമല്ല, നമ്മുടെ കുട്ടികളുടെ ഒരു ചിൽഡ്രൻസ് പാർക്കാണ്. അപ്പോൾ ഇവിടെ ഫുള്ള് കുട്ടികൾ ഇതേപോലെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് അകത്തേക്ക് കയറാൻ പറ്റുമോ നോക്കാം. സോറി. ഞാനിവിടെ ഒരു ഊഞ്ഞാല കിട്ടുമോ നോക്കി അടക്കാം. പക്ഷെ ഫുള്ള് ഇല്ല. എന്ത് കിട്ടുന്നു? ഊഞ്ഞാല. ഊഞ്ഞാല എന്താ പറയാ? ഞങ്ങള് ഊഞ്ഞാല പറയാ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഏതാണ്ടൊക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ചു പോവാണ്. വിശന്നിട്ട് വയ്യ. വീട്ടിൽ ചെന്ന് ഫുഡ് കഴിക്കണം അല്ലേ മനി? വീട്ടിൽ ചെന്ന് ഫുഡ് കഴിക്കണം. അതെ അതെ. നിർത്തണോ? ഓക്കെ. വീട്ടിൽ ചെന്ന് ഫുഡ് കഴിക്കാം. നല്ലത്. ചെന്നിട്ട് ഫുഡ് കഴിച്ച് നന്നായി വിശക്കുന്ന സമയം ഇപ്പം എത്രയ്ക്കോ ആയിട്ടുണ്ടാവും. എന്നാൽ ലണ്ടനിൽ പോണ്ടല്ലേ? ഞാൻ വിചാരിച്ചു ലണ്ടനിൽ പോയിട്ട് കുറച്ച് ഷോർട്സ് എടുക്കാന്ന്. എന്ത് ലണ്ടനിൽ പോണോ? വീട്ടിലേക്ക് മതി മതി. അപ്പോൾ ഞങ്ങള് ഇവിടെ വന്നു. ടൈം ഇപ്പം എത്രയും മണി? 4:30 കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ലണ്ടനിൽ കൂടെ പോയിട്ട് അവിടുത്തെ കുറച്ച് സംഭവം കൂടി ഷൂട്ട് ചെയ്യണം. നോക്കുമ്പോൾ നല്ല സൺലൈറ്റ് ഒക്കെ ഉണ്ട്. നല്ല വെതർ, നല്ല ക്ലൈമറ്റ് ആണ്. ഈ സൂര്യൻ അസ്തമിക്കുന്ന വരെ ഒന്ന് പോയിട്ട് ഒന്ന് ചിൽ ഔട്ട് ചെയ്യാം അല്ലേ? ചിൽ ഔട്ട് ചെയ്യാൻ നമ്മൾ വിചാരിക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഷോർട്സ് ഒന്ന് കവർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ ക്യോട്ടോ ഗാർഡൻ അല്ലേ? ക്യോട്ടോ ഗാർഡൻ ആയിരുന്നു. നമ്മൾ ഹോളൻഡ് പാർക്കിൽ ഉള്ള ഒരു സംഭവമാണ്. അത് കണ്ടു കഴിഞ്ഞു അല്ലേ? അത് കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാം. ഒരു നല്ലൊരു പാർക്ക് അല്ലേ? ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ചിൽ ഔട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലേസ്. എസ്പെഷ്യലി ദിസ് ഈസ് ഫോർ കിഡ്സ് അല്ലേ? കിഡ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അല്ലേ? അവിടെ ആമയൊക്കെ ഉണ്ട്. ഐ മീൻ ആമേൻ്റെ സ്റ്റാച്യു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതപ്പോൾ ഞാൻ 2 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. കാരണം ലോങ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് കണ്ടിരിക്കാനും ഭയങ്കര ഒരു മുഷിപ്പുണ്ടാവും അല്ലേ? ലോങ് വീഡിയോസ് അതിപ്പോൾ എനിക്കും കാണുന്ന താല്പര്യമൊന്നുമില്ല ലോങ് വീഡിയോസൊക്കെ. അപ്പോൾ 2 പാർട്ടായിട്ട് ഞങ്ങളത് അപ്ലോഡ് ചെയ്യാം. ഫസ്റ്റ് പാർട്ട് ഒബ്വിയസ്ലി ക്യോട്ടോ ഗാർഡനാണ്. സെക്കൻഡ് പാർട്ട് നമുക്ക് ലണ്ടൻ സംഭവമൊക്കെ ലണ്ടനിലാണ്. എന്നാലും നമുക്ക് ടവർ ബ്രിഡ്ജിൻ്റെ അടുത്തൊക്കെ പോയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ എടുക്കാൻ ശ്രമിക്കാം. എന്നാൽ നമുക്ക് മറ്റടുത്ത് പോയാലോ? ആ ഗ്ലാസ്സിലുള്ളത് ടവർ ബ്രിഡ്ജിൽ എന്തെങ്കിലുമൊക്കെ നോക്കാം. കാരണം ഇന്ന് നല്ല നല്ല പക്ക ക്ലൈമറ്റ് ആണ്. ഇങ്ങനെ കിട്ടാറില്ല, വളരെ റയറാണ്. ഞാൻ എവിടെ നോക്കി സംസാരിക്കണത്? ക്യാമറ കൂടെ ഞാൻ ഇവിടെയൊക്കെ നോക്കി സംസാരിക്കണം. അപ്പം എന്തായാലും ക്യോട്ടോ ഗാർഡൻ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം അടുത്ത പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, പ്ലാനൊക്കെ മാറ്റി. ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാണ്ടായി.
വീട് വരെ എത്തൂല നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള മെക്ഡിയിൽ കയറിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് തീരുമാനിച്ചു. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ വേറൊരു തീരുമാനങ്ങൾ എടുത്തത്. കാരണം ലേറ്റ് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സൺലൈറ്റ് ഒക്കെ അങ്ങനെ പോയി നിന്ന സമയത്ത് അപ്പം നമ്മൾ വിചാരിച്ചു എന്നാ ഇനിയിപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് പോകണ്ട, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നേരെ തിരിച്ചു വീട്ടിലേക്ക് പോവാന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കും പോയി.